Hi dear students, welcome back to Alex E Academy. ഈ ലെക്ചറിൽ PBCET 404 ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിലെ തേർഡ് മൊഡ്യൂളിലെ 6th ലെക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സോഫാർ ഈ ഒരു മൊഡ്യൂളിൽ ഡിസൈൻ ഓഫ് ആക്സിയലി ലോഡഡ് കോളമാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ സോഫാർ നമ്മൾ കോളത്തിൻ്റെ ഈ ആക്സിയലി ലോഡഡ് ഷോർട്ട് കോളത്തിൻ്റെ 3 ടൈപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് ടൈപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കോളത്തിൻ്റെ സൈസ് ഗിവൺ ആയിരിക്കും, പക്ഷേ കോളം ഡിസൈൻ ചെയ്യാനായിട്ട് അതിൻ്റെ മെയിൻ റെയിൻഫോഴ്സ്മെൻറ്റ്, അതായത് ലോഞ്ചിറ്റ്യൂണൽ ബാറും ലാറ്ററൽ ടൈയൊക്കെ ഡിസൈൻ ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്ത് ടൈപ്പ് 2 പ്രോബ്ലമാണ്. അതായത് കോളത്തിൻ്റെ സൈസും നമുക്ക് തന്നിട്ടുണ്ടാവില്ല, റെയിൻഫോഴ്സ്മെൻറ്റും നമുക്ക് തന്നിട്ടുണ്ടാവില്ല, ഓവറോൾ ഡിസൈൻ നമ്മൾ ചെയ്യണം. കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത് നിർത്തിയത് നമ്മൾ ഡിസൈൻ ഓഫ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ്, അതായത് സർക്കുലർ കോളം വിത്ത് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ്, അങ്ങനെ ഒരു 3 ടൈപ്പ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ആക്ച്വലി ലോഡഡ് കോളത്തിൻ്റെ തന്നെ ഒരു അഡീഷണൽ പ്രോബ്ലമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത മോഡൽ തന്നെയാണ്, ഒരു അഡീഷണൽ പ്രോബ്ലമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ലെക്ചറോടെ നമ്മൾ ആക്ച്വലി ലോഡഡ് ഷോർട്ട് കോളം നമ്മൾ വൈൻഡപ്പ് ചെയ്യും. അതിനുശേഷം നമ്മൾ അടുത്ത ടോപ്പിക്കിൽ യൂണിയാക്സിയൽ ബെൻഡിങ് എന്ന് പറയുന്ന അടുത്ത ടൈപ്പ് ഓഫ് കോളത്തിലേക്കായിരിക്കും പോകുന്നത്. ഓക്കെ, അപ്പോൾ ഡിസൈൻ ഓഫ് കോളം, ദാറ്റ് ഈസ് കോൺസെൻട്രിക് ലോഡിങ്, അതിൻ്റെ ഡിസൈൻ പ്രോബ്ലമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഡിസൈൻ എ സ്ക്വയർ കോളം വിച്ച് ഹാസ് ആൻ അൺസപ്പോർട്ടഡ് ലെങ്ത് ഓഫ് 3.5 meter. The column is hinged at both ends. Column is hinged at both ends. The axial load on the column is 1500 kN. Use M20 grade concrete and Fe 415 grade steel. ഓക്കെ, അപ്പോൾ നമ്മളോട് ഒരു സ്ക്വയർ കോളം ഡിസൈൻ ചെയ്യാനാണ് ചോദിച്ചേക്കുന്നത്. കോളത്തിൻ്റെ അൺസപ്പോർട്ടഡ് ലെങ്ത് 3.5 meter ആണ്, 2 എൻഡ് ഹിഞ്ചഡ് ആണ്, അതിൻ്റെ അകത്ത് വരുന്ന ആക്സിയൽ ലോഡ് 1500 kN ആണ്, M20 കോൺക്രീറ്റും Fe 415 ഗ്രേഡ് സ്റ്റീലുമാണ്. അപ്പോൾ ആദ്യം തന്നെ ഗിവൺ ഡാറ്റാസ് എഴുതുക. അൺസപ്പോർട്ടഡ് ലെങ്ത് ക്യാപിറ്റൽ L0 ഇസ് ഈക്വൽ ടു 3.5 meter, അതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ 3500 mm. ഇനി തന്നേക്കുന്ന ആക്സിയൽ ലോഡ് ക്യാപിറ്റൽ P ഇസ് ഈക്വൽ ടു 1500 kN. Fy സ്റ്റീലിൻ്റെ ഗ്രേഡ് Fy ഇസ് ഈക്വൽ ടു 415 Nm/mm². കോൺക്രീറ്റിൻ്റെ ഗ്രേഡിന് നമ്മൾ FCK എന്നാണ് നോട്ടേറ്റ് ചെയ്യുന്നത്. FCK ഇസ് ഈക്വൽ ടു 20 Nm/mm². 2 എൻഡ് ഹിഞ്ചഡുമാണ്. ഓക്കെ, ഇനി നമുക്കറിയാം സ്റ്റെപ്പ് നമ്പർ 1ൻ്റെ അകത്ത് എഫക്റ്റീവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണം. സ്റ്റെപ്പ് നമ്പർ 1ൽ എഫക്റ്റീവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ എഫക്റ്റീവ് ലെങ്ത്തിൻ്റെ ക്ലോസ് IS 456, കോഡ് നമ്പർ IS 456 2000 പേജ് നമ്പർ 94 ടേബിൾ 28 കിടപ്പുണ്ട്. നമുക്ക് ആദ്യം ആ ക്ലോസ് ഒന്ന് നോക്കാം. ഇതാണ് ടേബിൾ 28. ഇതിൻ്റെ അകത്ത് ഇത് 2 എൻഡ് ഫിക്സ്ഡിൻ്റെയാണ്, ഇത് 1 എൻഡ് ഫിക്സ്ഡ് 1 എൻഡ് ഹിഞ്ചഡ് ആണ്. ഇതാണ് 2 എൻഡ് ഹിഞ്ചഡ് ആയിട്ടുള്ള കോളത്തിൻ്റെ കണ്ടീഷൻ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒന്ന് ശ്രദ്ധിച്ചേ, 2 എൻഡ് ഹിഞ്ചഡ് ആണെങ്കിൽ നമ്മൾ എടുക്കേണ്ട വാല്യൂ ഇതാണ്. അതായത് L എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു 1L. L എന്ന് വെച്ചാൽ അൺസപ്പോർട്ടഡ് ലെങ്ത് ആണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ റെക്കമെൻഡഡ് വാല്യൂസ് ആണ് നമുക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ ആവശ്യമുള്ളത്. ഇപ്പോൾ 2 എൻഡ് ഹിഞ്ചഡ് ആയതുകൊണ്ട് ഈ ഫിഗറിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും 2 എൻഡ് ഹിഞ്ചഡ് ആണെന്ന്. എങ്ങനെ മനസ്സിലാവും? ഇതാ ഇവിടെ ഒരു റോളറിൻ്റെ ഫിഗറും ഇവിടെ ഒരു റോളറിൻ്റെ ഫിഗറും കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ L എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു 1 ഇൻറ്റു L അല്ലെങ്കിൽ L0. നമ്മളിപ്പോൾ അൺസപ്പോർട്ടഡ് ലെങ്ത്തിന് L0 എന്നാണ് നോട്ടേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് അവിടുത്തെ ക്ലോസ് വരുന്നത്. അപ്പോൾ പേജ് നമ്പർ 94 ടേബിൾ 28 ഏതിലാണ്? IS 456 ആണ് നമ്മൾ ഈ ഒരു ഡിസൈനിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് L എഫക്റ്റീവ് കണ്ടുപിടിക്കാം. എഫക്റ്റീവ് ലെങ്ത് ഇസ് ഈക്വൽ ടു K ഇൻറ്റു L0. കെയുടെ വാല്യൂ എത്രയാണ്? 1 ആണ് കിട്ടിയത്. L0 എന്ന് പറഞ്ഞാൽ 3500 വിച്ച് ഇസ് ഈക്വൽ ടു L എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു 3500 എന്ന് കിട്ടും. അടുത്തത് സ്റ്റെപ്പ് നമ്പർ 2. സ്റ്റെപ്പ് നമ്പർ 2 കാൽക്കുലേഷൻ ഓഫ് സ്ലെൻഡർനെസ് റേഷ്യോ എന്നാണ് വരുന്നത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് സ്ലെൻഡർനെസ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനല്ല, നമുക്ക് കോളം ഡിസൈൻ ചെയ്യാനുള്ളൂ അല്ലേ. അപ്പോൾ കോളത്തിൻ്റെ സൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സ്റ്റെപ്പാണ് ഇത്. സ്റ്റെപ്പ് നമ്പർ 2 കാൽക്കുലേഷൻ ഓഫ് സൈസ് ഓഫ് കോളം. ഇത് പേജ് നമ്പർ 41 ക്ലോസ് 25.1.2 നമുക്ക് ആ ക്ലോസ് ആദ്യം ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ആ ക്ലോസ് വരുന്നത് 25.1.2. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് പറയുന്നത് ഷോർട്ട് കോളം ആണെങ്കിൽ, അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ഷോർട്ട് കോളമാണ് അല്ലേ. അപ്പോൾ ഷോർട്ട് കോളം ആണെങ്കിൽ L എഫക്റ്റീവ് ബൈ D എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 ആയിരിക്കണം. ഇതാണ് നമുക്ക് എടുക്കേണ്ട ക്രൈറ്റീരിയ. അപ്പോൾ നമ്മൾ എടുക്കുന്നത് L എഫക്റ്റീവ് ബൈ D ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 ആണ്. അപ്പോൾ നമുക്ക് D കണ്ടുപിടിക്കാനായിട്ട് തൽക്കാലം നമുക്കത് ഈക്വൽ ടു 12 എന്നുള്ള അസംഷൻ എടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? D കണ്ടുപിടിക്കാം.
അപ്പോൾ എൽ എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു എൽ എഫക്റ്റീവ് ബൈ ഡി ഇസ് ഈക്വൽ ടു 12 എന്നാണ് എടുത്തത്. അവിടെ നിന്ന് ഡി ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം, എൽ എഫക്റ്റീവ് ബൈ 12 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എൽ എഫക്റ്റീവ് 3500 ഡിവൈഡ് ബൈ 12 ചെയ്യുമ്പോൾ ഡി ഇസ് ഈക്വൽ ടു അപ്പോൾ ഡി ഇസ് ഈക്വൽ ടു 291.6 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഡി കിട്ടിയത് 291 ആണ്. ഇതിൻ്റെ ഹയർ വാല്യൂയിലേക്ക് റൗണ്ട് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ എടുക്കുന്ന അസംഷൻ പ്രൊവൈഡ് എ സ്ക്വയർ കോളമാണ് ഡിസൈൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ്, 2 സൈഡും അല്ലെങ്കിൽ 4 സൈഡും ഡി തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എ സ്ക്വയർ കോളം ഓഫ് സൈസ് ഡി ഇസ് ഈക്വൽ ടു 400 mm എന്നാണ് റൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഡി ഇസ് ഈക്വൽ ടു 290 ആണ് കിട്ടിയത്. അതിന് നമ്മുടെ ഹയർ വാല്യൂ ആയിട്ട് 400 mm എന്ന് നമ്മൾ റൗണ്ട് ചെയ്യും. അപ്പോൾ ലെറ്റ് us കൺസിഡർ എ സ്ക്വയർ കോളം ഓഫ് സൈസ് ഡി ഇസ് ഈക്വൽ ടു 400 mm. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്പർ 3 വരുന്നത് മിനിമം എസെൻട്രിസിറ്റി കാൽക്കുലേഷൻ ആണ്. ഇത് IS 456 പേജ് നമ്പർ 42 ക്ലോസ് 25.4 അപ്പോൾ നമുക്ക് ആദ്യം ആ ക്ലോസും നോക്കാം. ഇതാണ് 25.4. ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് മിനിമം എസെൻട്രിസിറ്റി ഈസ് ഈക്വൽ ടു അൺസപ്പോർട്ടഡ് ലെങ്ത് ഓഫ് ദ കോളം ഡിവൈഡ് ബൈ 500 പ്ലസ് ലാറ്ററൽ ഡയമെൻഷൻ ബൈ 30. ഓക്കെ, അതാണ് നമ്മളിവിടെ ഇക്വേഷൻ ആക്കി എഴുതിയിരിക്കുന്നത്. ഇ ഈസ് ഈക്വൽ ടു അൺസപ്പോർട്ടഡ് ലെങ്ത് ബൈ 500 പ്ലസ് ലാറ്ററൽ ഡയമെൻഷൻ ബൈ 30. ഓക്കെ, അപ്പോൾ അൺസപ്പോർട്ടഡ് ലെങ്ത് നമുക്കറിയാം 3500 ആണ്, ഡിവൈഡഡ് ബൈ 500 പ്ലസ് ഡി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ 400 ആണ് അസ്യൂം ചെയ്തത്, ഡിവൈഡ് ബൈ 30 വിച്ച് ഇസ് ഈക്വൽ ടു 20.33. അപ്പോൾ എസെൻട്രിസിറ്റി കിട്ടി, മിനിമം എസെൻട്രിസിറ്റി കിട്ടി. ഇനി അടുത്തത് സ്റ്റെപ്പ് നമ്പർ 4 നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് പി ആണ്, ആക്സിയൽ ലോഡാണ്. അപ്പോൾ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം, ഡിസൈൻ ലോഡ് അല്ലെങ്കിൽ ഫാക്ടേർഡ് ലോഡ് വേണം. അപ്പോൾ ഫാക്ടേർഡ് ലോഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പി യു ഇസ് ഈക്വൽ ടു ആക്സിയൽ ലോഡ് ഇൻറ്റു ഫാക്ടർ ഓഫ് സേഫ്റ്റി. ആക്സിയൽ ലോഡ് 1500 ആണ്. നമ്മൾ കോൺക്രീറ്റിന് എടുക്കുന്ന ഫാക്ടർ ഓഫ് സേഫ്റ്റി 1.5 ആണ്. ഓക്കെ, അപ്പോൾ 1500 ഇൻറ്റു 1.5 വിച്ച് ഇസ് ഈക്വൽ ടു ഫാക്ടേർഡ് ലോഡ് പി യു ഇസ് ഈക്വൽ ടു 2250 kN എന്ന് കിട്ടും. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് കാൽക്കുലേഷൻ ഓഫ് AST, ഏരിയ ഓഫ് സ്റ്റീൽ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് IS 456 പേജ് നമ്പർ 71 ക്ലോസ് 39.3 എടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ക്ലോസും നോക്കാം. അപ്പോൾ 39.3 ഷോർട്ട് ആക്സിയലി ലോഡഡ് കോളം മെമ്പർ ഡിസൈൻ ചെയ്യേണ്ട ഇക്വേഷനാണ് പി യു ഇസ് ഈക്വൽ ടു 0.4 FCK AC പ്ലസ് 0.67 FY ASC. ഈ ഇക്വേഷനാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, കാൽക്കുലേഷൻ ഓഫ് ASC ആണ്. അപ്പോൾ ഈ ഒരു ക്ലോസിൽ നിന്ന് നമ്മൾ ഈ ഇക്വേഷൻ എടുത്ത് എഴുതി പി യു ഇസ് ഈക്വൽ ടു ഈ ഇക്വേഷൻ. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കിക്കേ, പി യു അറിയാം, FCK അറിയാം, FY അറിയാം, AC അറിയത്തില്ല, ASC അറിയത്തില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് AC എന്ന് വെച്ചാൽ ഏരിയ ഓഫ് കോൺക്രീറ്റ് ആണ്. അപ്പോൾ നോക്കിക്കേ, ഇത് ഡി, ഇത് ഡി. അപ്പോൾ ഇതിൻ്റെ ഗ്രോസ് ഏരിയ, ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഡി ഇൻറ്റു ഡി ആയിരിക്കും. ഇനി ഇതിൻ്റെ അകത്തുള്ള റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഏരിയ ആണ് എന്ത്, AST എന്ന് പറയുന്നത്. അപ്പോൾ AC എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഫുൾ ഗ്രോസ് ഏരിയ എന്ന് സ്റ്റീലിൻ്റെ ഏരിയ മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് ബാക്കി കോൺക്രീറ്റിൻ്റെ ഏരിയ. അപ്പോൾ ആ ഒരു ഇക്വേഷനാണ് നമ്മളിവിടെ എടുക്കുന്നത്. അപ്പോൾ ഏരിയ ഓഫ് കോൺക്രീറ്റ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഏരിയ അല്ലെങ്കിൽ ഗ്രോസ് ഏരിയ മൈനസ് ഏരിയ ഓഫ് സ്റ്റീൽ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഏരിയ ഓഫ് കോൺക്രീറ്റ് എന്ന് കിട്ടും. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു ടേം ACക്ക് പകരം ഈ ഒരു ടേം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി ഗ്രോസ് ഏരിയ നമുക്കറിയാം, കോളത്തിൻ്റെ സൈസ് നമ്മൾ എത്ര എടുത്ത്, സ്ക്വയർ കോളം ആയതുകൊണ്ട് 400/400. അപ്പോൾ ഗ്രോസ് ഏരിയ ഇസ് ഈക്വൽ ടു 16 × 10⁴ mm² എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അടുത്തത് ആ ഇക്വേഷനിൽ പി യു ഇസ് ഈക്വൽ ടു, പി യു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഇൻറ്റു 10�3 × അത് ന്യൂട്ടണിലാക്കാൻ വേണ്ടിയിട്ടാണ് 0.4 × FCK ഇൻറ്റു എന്താണ് ACക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ACക്ക് പകരം AG മൈനസ് AC എന്ന് പറയുന്ന ടേം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, പ്ലസ് 0.67 FY ഇൻറ്റു AC. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ നോക്കിക്കേ, ആകെ അൺനോൺ എന്താണ് ഈ ഇക്വേഷനിൽ, ASC ഏരിയ ഓഫ് സ്റ്റീല് മാത്രമാണ് അൺനോൺ. അപ്പോൾ ഒരു അൺനോണും ഒരു ഇക്വേഷനും പതുക്കെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഏരിയ ഓഫ് കോൺക്രീറ്റ് ഏരിയ ഓഫ് സ്റ്റീൽ ഇസ് ഈക്വൽ ടു 3591.92 mm² എന്ന് കിട്ടും. ഓക്കെ, ഇനി കിട്ടിയേക്കുന്ന AST ശരിയാണോ എന്നറിയണമെങ്കിൽ എന്ത് ചെയ്യണം, പെർസെൻറ്റേജ് AST കണ്ടുപിടിക്കുക. പെർസെൻറ്റേജ് AST കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യുക, പെർസെൻറ്റേജ് AST ഇസ് ഈക്വൽ ടു P ഇസ് ഈക്വൽ ടു 100 AST/BD.
100 AST ബൈ ബി ഡി. അപ്പോൾ 100 ഇൻറ്റു ഇതാണ് AST ഏത് ഈ കിട്ടിയേക്കുന്ന വാല്യൂ ഡിവൈഡഡ് ബൈ AG ഗ്രോസ് ഏരിയ. അപ്പോൾ 100 ഇൻറ്റു കിട്ടിയേക്കുന്ന AST ഡിവൈഡഡ് ബൈ ഗ്രോസ് ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ് സ്ക്വയർ അല്ലേ 400 ഇൻറ്റു 400. അപ്പോൾ പെർസെൻറ്റേജ് AST എന്ന് പറഞ്ഞാൽ നമുക്ക് 2.24 എന്ന് കിട്ടി. ഇനി ഇത് ശരിയാണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലോസ് അറിയണം. IS 456 പേജ് 48 ക്ലോസ് 26.5.3.1. ഓക്കെ, അതെന്താണ് പറയുന്നത് നോക്കാം. ഇതാ എടുക്കുന്നത് 26.5.3.1 പറയുന്നത് ഈ ഒരു ക്രൈറ്റീരിയ ആണ്. അതായത് നമ്മൾ സെലക്ട് ചെയ്യേണ്ട AST 0.8% to 6% റേഞ്ചിലുള്ളതായിരിക്കണം. 0.8% മുതൽ 6% റേഞ്ചിലുള്ളതായിരിക്കണം. പക്ഷേ പ്രാക്ടിക്കലി നമ്മൾ എടുക്കുന്നത് ഈ ഒരു നോട്ട് കൂടി വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും 0.8% മുതൽ 4% വരെ നമ്മൾ ഡിസൈൻ ചെയ്യാൻ എടുക്കുള്ളൂ. അതിൻ്റെ കാരണം ഇവിടെ എഴുതിയിട്ടുണ്ട്. 6% എന്ന് പറയുമ്പോൾ ഹയർ ഗ്രേഡായി പോകും, ഹയർ സ്റ്റീലായി പോകും. അപ്പോൾ പ്ലേസിങ്ങിനും കോമ്പാക്ഷനൊക്കെ ഡിഫിക്കൽട്ട് ആകുന്നതുകൊണ്ട് 4% നമ്മൾ എടുക്കുള്ളൂ. അപ്പോൾ എപ്പോഴും ഡിസൈൻ ചെയ്യുമ്പോൾ ആലോചിക്കണം, നിങ്ങൾക്ക് AST കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക. അതെന്തായിരിക്കണം 0.8-ൻ്റെയും 4%-ൻ്റെയും ഇടയ്ക്കുള്ള വാല്യൂ ആണെന്ന് നോക്കുക. അപ്പോൾ നോക്കിക്കേ, ഇവിടെ കിട്ടിയേക്കുന്ന പെർസെൻറ്റേജ് AST എന്ന് പറഞ്ഞാൽ 2.24 ആണ്, വിച്ച് ലൈസ് ബിറ്റ്വീൻ 0.8% to 6%. 6 എന്നാണ് എഴുതിയേക്കുന്നത്, 4 വരെ എടുക്കാവും സേഫ്റ്റിക്ക് വേണ്ടി. അതാണെങ്കിൽ ഇതിപ്പോൾ ഇതിൻ്റെ ഇടയിലായതുകൊണ്ട് ഹെൻസ് സേഫ്. അടുത്തത് സ്റ്റെപ്പ് നമ്പർ 6, കാൽക്കുലേഷൻ ഓഫ് നമ്പർ ഓഫ് ബാർസ്, നമ്പർ ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ ബാർ. അപ്പോൾ നമ്പർ ഓഫ് ബാർ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബാർ ഡയമീറ്റർ അസ്യൂം ചെയ്യണം. ഇപ്പോൾ കോളത്തിന് നമ്മൾ യൂഷ്വലി കൊടുക്കുന്ന ബാർ ഡയമീറ്റർ 16 mm, 20 mm, 25 mm ഈ ഒരു റേഞ്ചിലുള്ള ബാർസാണ് നമ്മൾ 90% കേസിലും അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സെൻറ്റൻസ് എഴുതുക. അസ്യൂം 20 mm ഡയ ബാർസ് അസ് ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ്. ലോഞ്ചിറ്റ്യൂഡിനൽ അല്ലെങ്കിൽ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ്. ഇനി നമ്പർ ഓഫ് ബാർ കണ്ടുപിടിക്കുക. നമ്പർ ഓഫ് ബാർ ഇസ് ഈക്വൽ ടു ടോട്ടൽ ഏരിയ ഓഫ് സ്റ്റീൽ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് 1 ബാർ. ടോട്ടൽ ASC ഡിവൈഡഡ് ബൈ ഒരു ബാറിൻ്റെ ഏരിയ, അത് നമുക്ക് A5 എന്ന് എഴുതാം. അപ്പോൾ നമ്പർ ഓഫ് ബാർ n ഇസ് ഈക്വൽ ടു ടോട്ടൽ ASC എത്രയാണ് നമുക്ക് കിട്ടിയത് 3591. ഇനി ഒരു ബാർ 20 mm ഡയമീറ്റർ ആണ്. അപ്പോൾ ഒരു ബാറിൻ്റെ ഏരിയ π/4 × 20². അത് ചെയ്യുമ്പോൾ n ഇസ് ഈക്വൽ ടു 11.43 എന്ന് കിട്ടും. ഓക്കെ, അതിനെന്ത് ചെയ്യുക, റൗണ്ട് ചെയ്ത് 12 ആക്കുക. ഇനി കോളത്തിൻ്റെ കേസിൽ നമ്പർ ഓഫ് ബാർ എപ്പോഴും ഈവൺ നമ്പറിലേക്ക് റൗണ്ട് ചെയ്യുക. ആ കാര്യം ശ്രദ്ധിച്ചേക്കുക. ഇവിടെ ഇപ്പോൾ 12 ആയതുകൊണ്ട് 11.4 ആയതുകൊണ്ട് നമ്മൾ 12 എടുത്തു. ഇനിയിപ്പോൾ 10.5 കിട്ടിയാലും നമ്മൾ ഹയർ വാല്യൂ 12ലേക്ക് തന്നെ റൗണ്ട് ചെയ്യുക. കാരണം കോളത്തിൽ നമ്മൾ ബാർ ഈവൺലി ആയിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രൊവൈഡ് 12 നമ്പർ ഓഫ് 20 mm ബാർസ് അസ് ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ്. ഓക്കെ, ഇനി അടുത്തത് സ്റ്റെപ്പ് നമ്പർ 7, ഡിസൈൻ ഓഫ് ലാറ്ററൽ ടൈ. ലാറ്ററൽ ടൈ ഡിസൈൻ ചെയ്യാൻ വേണ്ടി IS 456 പേജ് നമ്പർ 49 ക്ലോസ് 26.5.3.2 എടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ക്ലോസ് നോക്കാം. ഇതാണ് ക്ലോസ്. പിച്ച് ആൻഡ് ഡയമീറ്റർ ഓഫ് ലാറ്ററൽ ടൈ. അപ്പോൾ ആദ്യം ഡയമീറ്റർ എത്രയെന്ന് കണ്ടുപിടിക്കാം, അത് കഴിഞ്ഞിട്ട് പിച്ച് കണ്ടുപിടിക്കാം. അപ്പോൾ ഡയമീറ്റർ പറയുന്നത് ഡയമീറ്റർ ഓഫ് ദ ലാറ്ററൽ ടൈ ഷുഡ് ബി 1 among the following. എന്താണ് 1/4 ഓഫ് ദ ഡയമീറ്റർ ഓഫ് ലാർജർ ബാർ അല്ലെങ്കിൽ 6 mm. 16 എന്നാണ് കോഡിൽ എഴുതിയിരിക്കുന്നത്, അത് 6 ആണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ ആദ്യം ചെയ്തേക്കുന്നത്. ഡയമീറ്റർ ഓഫ് ലാറ്ററൽ ടൈ എന്ന് വെച്ചാൽ 1/4 ഓഫ് ദ ഡയമീറ്റർ ഓഫ് മെയിൻ ബാർ. 1/4 ഓഫ് ഡയമീറ്റർ ഓഫ് മെയിൻ ബാർ എത്രയാണ് 20. അത് ചെയ്യുമ്പോൾ 5 mm കിട്ടും, ഓർ 6 mm. ഇതിൻ്റെ അകത്ത് ഏതാണോ വലുത് അത് വേണം സെലക്ട് ചെയ്യാൻ. അപ്പോൾ എന്ത് ചെയ്യും, 6 സെലക്ട് ചെയ്യാം. ദെയർഫോർ സെലക്ട് 6 mm ഡയ ലാറ്ററൽ ടൈ. ഇനി ലാറ്ററൽ ടൈൻ്റെ പിച്ച് കണ്ടുപിടിക്കണം. പിച്ച് കണ്ടുപിടിക്കാനുള്ള ക്ലോസ് ആണ് എഴുതിയിരിക്കുന്നത്. ഈ 3 എണ്ണത്തിൽ ഏറ്റവും വലിയ വാല്യൂ ഏതാണോ 3 എണ്ണത്തിൽ ഏറ്റവും ചെറിയ വാല്യൂ ഏതാണോ അത് സെലക്ട് ചെയ്യുക. ഫസ്റ്റ് വാല്യൂ പറയുന്നത് ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ. അപ്പോൾ കോളം സ്ക്വയർ കോളം ആണല്ലേ, അപ്പോൾ 2 ഡയമെൻഷന് സെയിം ആണ്. അപ്പോൾ D ഡയമെൻഷനായിട്ട് നമ്മൾ എടുക്കേണ്ട 400 ആണ് ഫസ്റ്റ് ക്ലോസ്. സെക്കൻഡ് ക്ലോസ് എന്താണ് 16 ടൈംസ് ഡയമീറ്റർ ഓഫ് മെയിൻ ബാർ, അതല്ലെങ്കിൽ 300. ഓക്കെ, അപ്പോൾ പിച്ച് ഇസ് ഈക്വൽ ടു
മിനിമം ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ. അപ്പോൾ കോളം 400 mm by 400 mm ആയതുകൊണ്ട് 400 ആണ് അതിൻ്റെ ലീസ്റ്റ് ഡയമെൻഷൻ. ഇനി 16 ടൈംസ് മെയിൻ ബാറിൻ്റെ ഡയമീറ്റർ. അപ്പോൾ 16 ഇൻറ്റു മെയിൻ ബാർ 20 mm ഡയമീറ്റർ. അപ്പോൾ 16 ഇൻറ്റു 20 320 ഓർ 300. ഇതിൻ്റെ അകത്ത് ഏറ്റവും ചെറിയ വാല്യൂ ഏതാണോ അതാണ് എടുക്കേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കണം, ലാറ്ററൽ ടൈൽ ഡയമീറ്റർ കണ്ടുപിടിക്കുമ്പോൾ 2 വാല്യൂ കിട്ടും. ഡയമീറ്ററിന് 2 വാല്യൂ ആണ് കിട്ടുന്നത്. ആ 2 വാല്യൂയിൽ ഏറ്റവും ഹയർ വാല്യൂ വേണം ഡയമീറ്ററായിട്ട് സെലക്ട് ചെയ്യാൻ. ഇനി ലാറ്ററൽ ടൈ എടുക്കുമ്പോൾ നമ്മൾ 3 വാല്യൂ കണ്ടുപിടിക്കും. അതിൻ്റെ അകത്ത് ഏറ്റവും ചെറിയ വാല്യൂ പ്രൊവൈഡ് ചെയ്യാൻ. ഇനി ഇപ്പോൾ കിട്ടിയേക്കുന്നത് വെച്ചിട്ട് നമ്മളൊരു സെൻറ്റൻസ് എഴുതുക. എന്താണ് എഴുതേണ്ടത്? പ്രൊവൈഡ് 6 mm ഡയ ലാറ്ററൽ ടൈ അറ്റ് 300 mm സെൻറ്റർ ടു സെൻറ്റർ. ഓക്കെ, അപ്പോൾ ഇത്ര ആകുമ്പോൾ നമ്മുടെ ഡിസൈൻ എല്ലാം കംപ്ലീറ്റ് ആയി. ഇനി എന്ത് ചെയ്യുക? അതിൻ്റെ ഡീറ്റെയിലിങ്ങിൻ്റെ ഫിഗർ വരയ്ക്കുക. അപ്പോൾ ഡീറ്റെയിലിങ്ങിൻ്റെ ഫിഗർ വരക്കാനായിട്ട് നമ്മുടെ പ്ലാൻ വരക്കുക. ആദ്യം ലോഞ്ചിറ്റ്യൂഡിനൽ വ്യൂ. ഇതാണ് കോളത്തിൻ്റെ ഔട്ടർ ഷേപ്പ്. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? കോളത്തിൻ്റെ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ പ്ലാൻ വരക്കാം, എങ്കിലേ അത് കറക്റ്റ് ആവും. അപ്പോൾ പ്ലാൻ വരച്ചു. പ്ലാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് 20 ബാറാണുള്ളത് അല്ലേ? 20 അല്ല, 12 ബാർ. 12 ബാർ എന്ന് പറയുമ്പോൾ 1 2 3 4, ഓരോ സൈഡിലും 4 വെച്ച് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഓരോ സൈഡിലും 4 വെച്ച് നമ്മൾ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ബാർ. ഇനി എന്താണ്? അതിനെ ചുറ്റിയിട്ട് വേണം എന്ത്? ഓരോ ലാറ്ററൽ ടൈം പ്രൊവൈഡ് ചെയ്യാൻ. അതിനെ ചുറ്റിയിട്ട്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിലുള്ള അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ വ്യൂ വരക്കുമ്പോൾ എത്ര ബാർ വരുമെന്ന് എങ്ങനെ അറിയുന്നു? ഇവിടെ എത്ര എണ്ണം കാണിക്കുന്നുണ്ടോ അതേ ബാർ തന്നെയാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 1 2 3 4 കാണിച്ചു കഴിഞ്ഞാൽ 1 2 3 4 ഇതാണ് എന്ത്? മെയിൻ ബാർ. മെയിൻ ബാർ 20 mm ഡയമീറ്ററിൻ്റെ ബാറാണ്. ഒരു 2 എണ്ണത്തിൽ മാർക്ക് ചെയ്യുക. ഇനി ലാറ്ററൽ ടൈ. ലാറ്ററൽ ടൈ എന്ന് പറയുമ്പോൾ മെയിൻ ബാറിനെ ചുറ്റിയിട്ട് ലാറ്ററൽ ടൈ. അപ്പോൾ ലാറ്ററൽ ടൈം മാർക്ക് ചെയ്യുക. ഏതെങ്കിലും 2 എണ്ണം എടുത്ത് മാർക്ക് ചെയ്യുക. 6 mm at 300 cc. ഇനി ലെങ്ത്ത് മാർക്ക് ചെയ്യാൻ മറക്കരുത്. ഇവിടെ ആണെങ്കിൽ ഇതിൻ്റെ 2 ഡയമെൻഷൻ മാർക്ക് ചെയ്യണം. ക്ലിയർ കവർ മാർക്ക് ചെയ്യണം. ലാറ്ററൽ ടൈയുടെ ഡയമെൻഷൻ മാർക്ക് ചെയ്യണം. മെയിൻ ബാറിൻ്റെ ഡയമെൻഷൻ മാർക്ക് ചെയ്യണം. എഫക്റ്റീവ് കവറും മാർക്ക് ചെയ്യണം. ഈ എഫക്റ്റീവ് കവർ എന്ന് വെച്ചാൽ എന്താണ്? എഫക്റ്റീവ് കവർ എന്ന് പറഞ്ഞാൽ ഈ ബാറിൻ്റെ സെൻറ്റർ മുതൽ അറ്റം വരെയുള്ളത് നമ്മൾ D' എന്ന് റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് എഴുതുക. നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്തതാണ് M20 കോൺക്രീറ്റ് ആണ്, FE 415 സ്റ്റീലാണ്. ലോഞ്ചിറ്റ്യൂഡിനൽ അല്ലെങ്കിൽ മെയിൻ ബാറായിട്ട് നമ്മൾ കൊടുത്ത് 20 mm ബാറാണ്. ലാറ്ററൽ ടൈം നമ്മൾ കൊടുത്ത് 6 mm ബാർ അറ്റ് 300 cc ആണ്. പിന്നെ സ്ക്വയർ കോളം അതിൻ്റെ സൈസ് 400 mm ആണ്. പിന്നെ എന്താണ്? അതിൽ ക്ലിയർ കവർ 40 mm ആണ്. ഓക്കെ, അപ്പോൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാലും ഡീറ്റെയിലിങ് കൃത്യമായിട്ട് വരക്കുക. അതിൻ്റെ ഈ ഡീറ്റെയിൽസൊക്കെ സൈഡിലൊന്ന് നൊട്ടേറ്റ് ചെയ്താൽ നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിസൈൻ ഓഫ് എ ഷോർട്ട് ആക്സിയലി ലോഡഡ് കോളം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്യൂറീസോ ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ ഇടുക. അടുത്ത ലെക്ചറിൽ നമുക്ക് കോളം സബ്ജക്റ്റഡ് ടു യൂണി ആക്സിയൽ ബെൻഡിങ് ആ കേസിൻ്റെ ഒരു ഡിസൈൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.